പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയുടെ മഹത്വം മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീബ് മിമ്പറയിൽ കയറുന്നതിന് മുമ്പ് പറയുന്ന ഒരു വചനമുണ്ട്. ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ള, യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾക്കുള്ള ഒരു പെരുന്നാളാണെന്ന് പറയുന്നുണ്ട്. പാവങ്ങളുടെ ഹജ്ജാണ് എന്ന് പറയുന്നുണ്ട്. പാവങ്ങൾക്ക് ഹജ്ജിൻ്റെ മഹത്വം ലഭിക്കുന്ന, ഹജ്ജിനൊക്കെ പോകാൻ പറ്റാത്ത മുഅ്മിനീങ്ങളായ ആളുകളുണ്ടല്ലോ, ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്നാണ്. പാവങ്ങൾക്കുള്ള ഹജ്ജിന് പ്രതിഫലം ലഭിക്കുന്ന ഒരു സംഗമമാണ് ഈ വെള്ളിയാഴ്ച, ജുമാ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ധാരാളം മഹത്വമുള്ളതാണ്. ഈ വെള്ളിയാഴ്ചയുടെ മഹത്വം നമുക്കൊന്ന് വിശദീകരിച്ചു കൊണ്ട് ഒന്ന് കേട്ടാലോ. മുഅ്മിനീങ്ങൾ, മുസ്ലിങ്ങളും അവർക്ക് ഏറ്റവും മഹത്വമുള്ള ഒരു ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖൈറു യൗമിൻ ത്വലഅത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കും, ഞായറാഴ്ച, തിങ്കളാഴ്ച, എല്ലാ ദിവസവും ഉദിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമായത് വെള്ളിയാഴ്ചയാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ചക്ക് അത്രക്കും മഹത്വമുണ്ട്. അപ്പോൾ ഏറ്റവും മഹത്താക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയുടെ മഹത്വം നമ്മൾ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ അമലൊക്കെ. വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അമൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം വളരെ കനത്തിൽ കിട്ടും. മറ്റൊന്ന് പറയുന്ന ഫീഹി ഖുലിക ആദം അലൈഹിസ്സലാം. ഈ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ടത്. അബുൽ ബഷറായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ആദം നബിയെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹ് തിരഞ്ഞെടുത്ത, ലോകത്ത് എത്രയോ കോടാനുകൂടി മനുഷ്യർ ജനിച്ചിട്ടുണ്ടല്ലോ, ഇതിൽ ആദ്യ പിതാവായിട്ടുള്ള അബുൽ ബഷറായിട്ടുള്ള ആദം നബിയെ സൃഷ്ടിക്കാൻ അള്ളാഹ് തിരഞ്ഞെടുത്ത വെള്ളിയാഴ്ചയാണ്. അതായത് ഒരു സൃഷ്ടിപ്പിൻ്റെ തുടക്കം വെള്ളിയാഴ്ചയാണ്. അത്രക്കും മഹത്വം അള്ളാഹ് വെള്ളിയാഴ്ചക്ക് കൽപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വഫീഹി ഉദ്ഖിലൽ ജന്ന എന്ന് പറയുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ആ ദിവസവും എന്താണ്? വെള്ളിയാഴ്ചയാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട, അപ്പോൾ സ്വർഗത്തിലേക്ക് ആദം നബിയെ പ്രവേശിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ്. വഫീഹി ഉഖ്രിജ മിൻഹ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടു, സ്വർഗത്തു നിന്ന് പുറത്താക്കപ്പെട്ടല്ലോ, ആ പുറത്താക്കാൻ വേണ്ടിയിട്ടും അള്ളാഹ് തിരഞ്ഞെടുത്ത വെള്ളിയാഴ്ചയാണ്. മാത്രമല്ല വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുന്നിടത്ത് പറയുന്നുണ്ട്, വലാ തഖൂമു സ്സഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. ഖിയാമത്ത് നാൾ വെള്ളിയാഴ്ചയിൽ തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖിയാമത്ത് നാൾ സംഭവിക്കാനും അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ വെള്ളിയാഴ്ചയാണ്. മാത്രമല്ല വെള്ളിയാഴ്ചയുടെ ഒരു മഹത്വം പറയുന്ന ഒരു ഹദീസ് കാണാൻ പറ്റും. ഫീഹി സാഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു എന്ന് പറയുന്ന വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേക സമയമുണ്ട്. വെള്ളിയാഴ്ചയിലെ ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ സിറാണ്. ആ സമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടും. അതാണ് യുസല്ലി വഹുവ ഖായിമൻ യുസല്ലി യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു. അള്ളാഹ് അതിനെ കൊടുത്തിട്ടില്ലാതെ, അങ്ങനെ കൊടുത്തിട്ടില്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് നിർബന്ധമായിട്ടും കൊടുക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ചോദിച്ചുകൊണ്ട് ആ ദിവസത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ, ആ ദിവസത്തിൽ അള്ളാഹ് അവൻക്ക് എന്താണ് ചോദിച്ചത് അത് അള്ളാഹ് നൽകുന്നതാണ് എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എന്ത് ചോദിച്ചാലും കൊടുക്കും. അങ്ങനെ ഒരു പ്രത്യേക ഓഫർ അള്ളാഹ് കണക്കാക്കിയിട്ടുള്ളത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആ സമയം നമുക്ക് സിറാണെങ്കിൽ പോലും നമുക്ക് വെള്ളിയാഴ്ച ഏത് സമയത്തും ദുആവും ഇസ്തിഗ്ഫാറും നടത്തിയാൽ അത് ഏത് സമയത്തോടാണ് യോജിക്കുന്നത്, ആ സമയത്തിൽ നമ്മൾ ചെയ്ത പ്രവർത്തനമുണ്ടല്ലോ അതിന് പ്രത്യേക സ്വീകാര്യത ഉണ്ടാകും. അള്ളാഹു ആ സ്വീകാര്യത ലഭിക്കുന്ന മുഅ്മിനീങ്ങളെ കുറിച്ച് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മറ്റൊന്നാണ് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുക എന്നുള്ളത്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ അളാഅ ലഹു മിനൻ നൂരി മാ ബൈന ജുമുഅത്തൈനി എന്നാണ് ഹദീസിൽ കാണാൻ പറ്റും. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ആരെങ്കിലും ഓതിയാലായി അവനക്ക് 2 വെള്ളിയാഴ്ചക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക വെളിച്ചം കൊടുക്കുമെന്നാണ്. ഒരു പ്രത്യേക പ്രകാശം കൊടുക്കും. അവൻ്റെ ഹൃദയത്തിലേക്ക് പ്രകാശം കൊടുക്കും. അവൻക്ക് സമാധാനം കൊടുക്കും. അവൻ ഇരുട്ടത്തിലാണെങ്കിൽ, അവൻ ജീവിതത്തിൻ്റെ നൗകയിൽ ആടിയുലയുന്ന ഒരവസ്ഥയാണെങ്കിൽ അള്ളാഹ് ആ ആടി ഉലച്ചിലിന് സമാധാനം കൊടുക്കും. പ്രതിസന്ധി എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അള്ളാഹ് അതിന് മഖ്റജ് കൊടുക്കും.
അത്തരം ഒരു മഖ്റജ് ലഭിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതാനാണ്. മാത്രമല്ല മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്, അക്സിറു അലയ്യ മിനസ് സ്വലാത്തി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച എന്നിൽ ധാരാളം സ്വലാത്തിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്നും മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെള്ളിയാഴ്ചൻ്റെ മഹത്വമാണ്. ആ വെള്ളിയാഴ്ചയിൽ ധാരാളം സ്വലാത്ത് എന്നിൽ നിങ്ങൾ അധികരിപ്പിക്കണേ, ആ സ്വലാത്തുകൾ എന്നെ കാണിക്കപ്പെടും. പ്രത്യേകിച്ചൊരു വെള്ളിയാഴ്ച അധികരിപ്പിക്കാൻ പറയുന്നതിൻ്റെ മഹത്വം അവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്വലാത്തൊക്കെ നബിയിലേക്ക് എത്തിക്കപ്പെടും. വെള്ളിയാഴ്ച നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ഇന്ന സ്വലാത്തക്കും മഅറൂള അലയ്യ എന്ന് ഹദീസിൽ കാണാൻ പറ്റും. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് മഅറൂളത്തുൻ അലയ്യ, എന്നിൽ എത്തിക്കപ്പെടുന്നു, എന്നിൽ അതിനെ കാണിക്കപ്പെടുന്നു എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വെള്ളിയാഴ്ചയുടെ ഒരു പ്രത്യേകതരം മഹത്വമാണ്. അതുപോലെ തന്നെ ജുമുഅ നിസ്കാരം എന്ന് പറയുന്നത്, ജുമുഅ നിസ്കാരം നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. വെള്ളിയാഴ്ചയുടെ അതിമഹത്തായിട്ടുള്ള ഒരു കർമ്മമാണ്, വെള്ളിയാഴ്ചയിൽ നടത്തപ്പെടുന്ന കർമ്മമാണ് അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നീങ്ങുക, വ്യാപാരമൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, കച്ചവടമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജുമയിലേക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നൊരു വിളിയാളം. ഇത് ജുമയുടെ മാത്രമാണ്. ജുമ എന്ന് പറയുന്നത് മുഅ്മിൻ്റെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ ഒരു നിസ്കാരമായതുകൊണ്ട് തന്നെ, എല്ലാ മുഅ്മിനീങ്ങളും നിർബന്ധമായിട്ട് പങ്കെടുക്കുന്ന നിസ്കാരമായതുകൊണ്ട് തന്നെ അതിന് വളരെ മഹത്വമുണ്ട്. മാത്രമല്ല ഈ വെള്ളിയാഴ്ച ജുമാക്ക് പോകുന്ന ആളുകൾക്കുള്ള മഹത്വം പറയുന്നുണ്ട്. മൻ അസ്സല വഅതസല സുമ്മ ബക്കറ വബ്തകറ എന്ന് പറയുന്ന ഹദീസിൽ കാണാൻ പറ്റും, കാന ലഹു ബികുല്ലി ഖുതുവത്തിൻ അജ്ർ എന്ന, ഓരോ അടിക്കും, അവൻ പള്ളിയിലേക്ക് പോകുന്ന ഓരോ കാൽപ്പാടുകൾക്കും ഒരു വർഷത്തെ നോമ്പിൻ്റെയും നിസ്കാരത്തിൻ്റെയും പ്രതിഫലമുണ്ടെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ഒരാൾ കുളിച്ചു, നേരത്തെ പള്ളിയിലേക്ക് പോയി, അവനിക്കുള്ള മഹത്വമാണ് ഈ പറയുന്നത്. ഇത്രക്കും മഹത്വം വെള്ളിയാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്നുണ്ട്. മാത്രമല്ല പ്രത്യേക സുന്നത്താണ്. വസുലു യൗമിൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിമിൻ എന്ന് ഹദീസിൽ കാണാൻ പറ്റും. നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അനിവാര്യമാണെന്നർത്ഥം. പ്രായപൂർത്തിയായ ഒരാൾ വെള്ളിയാഴ്ച കുളിക്കൽ വളരെ അനിവാര്യമാണ്. ശാഫി മദ്ഹബിൽ ശക്തമായ സുന്നത്തി എന്നാണ് രേഖപ്പെടുത്തുന്നത്. ശക്തമായ സുന്നത്താണ് വെള്ളിയാഴ്ച കുളിക്കുക. എത്ര മഹത്വമുള്ളതാണ്, ആ സുന്നത്തിന് കൂലി ലഭിക്കില്ലേ? ഇതൊക്കെ വെള്ളിയാഴ്ച മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാണ്. മാത്രമല്ല വെള്ളിയാഴ്ച പല്ല് തേക്കുന്നത് പ്രത്യേക സുന്നത്താണ്. ചില ഗ്രന്ഥങ്ങളിലെ കാണാൻ പറ്റും, ജുമാക്ക് നമ്മൾ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ ധാരാളം ആൾക്കാരൊക്കെ ഉള്ളതല്ലേ, ആ ആൾക്കാരെ വെറുപ്പിക്കാത്ത രൂപത്തിൽ, അവരെ മോശപ്പെടുത്താത്ത, അവരെ ദുഃഖിപ്പിക്കാത്ത രൂപത്തിൽ വൃത്തിയോടുകൂടെ പോകണം, പല്ല് തേച്ച് കൊണ്ടുപോകണം. മിസ്വാക്ക് പ്രത്യേകം പരാമർശിക്കപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല സുഗന്ധം ഉപയോഗിക്കുക. വയമസ്സമന ത്വീബിനെ അവർ ഉപയോഗിച്ചു കൊള്ളട്ടെ. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സുഗന്ധം ഉപയോഗിച്ചു കൊള്ളട്ടെ. വെള്ളിയാഴ്ച ആളുകളൊക്കെ ഒരുമിച്ച് കൂടല്ലേ, സുഗന്ധം ഉപയോഗിക്കൽ പ്രത്യേക സുന്നത്താണ്. മാത്രമല്ല നല്ല വസ്ത്രം ധരിക്കൽ, യുസ്തഹബ്ബു തജമ്മുലു യൗമൽ ജുമുഅ എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കൽ, അലങ്കാരത്തോടു കൂടിയിട്ട് സുന്ദരനായിക്കൊണ്ട് പള്ളിയിലേക്ക് വരുന്ന പ്രത്യേക സുന്നത്താണ്. മാത്രമല്ല ബികുല്ലി ഖുതുവത്തിൻ അമലു സന എന്ന നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവൻ്റെ ഓരോ അമലുകൾക്കും, അവൻ പള്ളിയിലേക്ക് വെക്കുന്ന ഓരോ അമലുകൾക്കും ഒരു വർഷത്തെ അമലിൻ്റെ കൂലിയുണ്ട്. ഓരോ പള്ളിയിലേക്ക് വെക്കുന്ന ഓരോ കാൽപ്പാടുകൾക്കും, ഓരോ ചവിട്ടടികൾക്കും ഒരു വർഷത്തിൻ്റെ കൂലി. അത്രക്കും മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്നുണ്ട്. മാത്രമല്ല അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തി ഇലാ ജുമുഅൻ എന്ന് പറഞ്ഞ മുകഫിറാത്ത്, രണ്ട് ജുമുഅക്കിടയിലുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നാണ്. ഒരു ജുമുഅ നിസ്കരിച്ചു, അടുത്ത ജുമുഅ നിസ്കരിച്ചാൽ, അങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിച്ചിട്ട് പിന്നെ ഇങ്ങനെ പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിച്ചാൽ ആ രണ്ട് ജുമുഅക്കിടയിലുള്ള ആ ഒരു സമയത്തിലുള്ള എല്ലാ പാപങ്ങളും ഈ രണ്ടാമത്തെ ജുമുഅയോട് കൂടിയിട്ട് പൊറുക്കപ്പെടുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രക്കും മഹത്വം കൽപ്പിക്കുന്നുണ്ട്. ഈ മഹത്വമൊക്കെ ഒഴിവാക്കിയിട്ട് പള്ളിയിൽ പോകാതിരുന്നാലോ, ലയന്തഹിയന്ന അഖ്വാമുൻ അലാ വദ്ഇഹിമുൽ ജുമുഅത്ത് ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം എന്ന ഹദീസിൽ കാണാൻ പറ്റും. ജുമുഅ ഒഴിവാക്കിയാൽ അവൻ്റെ ഹൃദയത്തിൽ മുദ്ര വെക്കപ്പെടുമെന്നാണ്. അവൻ്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുദ്ര വെക്കും. ഒന്നെങ്കിൽ അവൻ പള്ളിയിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹ് മുദ്ര കൊടുത്തിട്ട് സീല് വെച്ചിട്ട് അവൻ്റെ ഹൃദയം ലോക്കാക്കും. അവൻ്റെ ഹൃദയത്തിൽ പിന്നീട് ഗുണങ്ങളൊന്നും പ്രവേശിക്കൂല. ഹിദായത്തിൻ്റെ വാതിൽ അടക്കപ്പെടലോ കാത്തിരക്ഷിക്കട്ടെ. മാത്രമല്ല വെള്ളിയാഴ്ചയുടെ മറ്റൊരു മഹത്വം എന്ന് പറയുന്നത്,
വെള്ളിയാഴ്ച മലക്കുകൾ പള്ളിയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുമത്രേ. ഇതാ ഖാന യൗമുൽ ജുമുഅ വഖഫത്തിൽ മലായികത്തു അലാ ബാബി മസ്ജിദിൻ, പള്ളിയിലെ വാതിലിൻ്റെ അരികിൽ മലക്കുകൾ വന്ന് നിൽക്കും. എന്നിട്ട് പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ പേരുകൾ ലിസ്റ്റ് എടുക്കുമെന്നാണ്. ആദ്യം വരുന്നവരെ മലക്ക് രേഖപ്പെടുത്തും. യക്തുബൂനൽ അവ്വൽ, ആദ്യം വരുന്ന ആളുകൾ രേഖപ്പെടുത്തും. ഫൽ അവ്വൽ, പിന്നീട് വരുന്ന ആളുകൾ. ആദ്യം വരുന്ന ആളുകൾ ക്രമത്തിൽ ഇങ്ങനെ എഴുതി അള്ളാഹു കാണിച്ചു കൊടുക്കും. വെള്ളിയാഴ്ച ജുമുഅക്ക് ആദ്യം വന്നവൻ ഇവനാണ്, പിന്നീട് വന്നവർ ഇവനാണെന്നുള്ള രേഖപ്പെടുത്തൽ നടത്തുമെന്ന് ബുഖാരി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത്രക്കും മഹത്വമായിട്ടുള്ള ഒരു കാര്യമാണ് പള്ളിയിൽ വെച്ചിട്ട് വെള്ളിയാഴ്ച നടക്കുന്നത്. എന്തിനോളം പറയണം, ഈ ഖുതുബക്കിടെ സംസാരിക്കൽ പോലും തെറ്റാണല്ലോ. ഇദാ ഖുൽത ലി സാഹിബിക അൻസിത് യൗമൽ ജുമുഅ എന്ന് ഫഖദ് ലഔത് എന്നാണ്. ഇങ്ങനെ ജുമുഅ നടക്കുന്ന ഖുതുബ നടക്കുന്ന സമയത്ത് സംസാരിച്ചാൽ അവൻ്റെ പിഴവ് പറ്റിയിട്ടുണ്ട്, അവൻ്റെ ജുമുഅ തന്നെ ബാത്തിലായി പോയിട്ടുണ്ട് ഖുതുബ കിട്ടിയില്ലെങ്കിൽ. ഇത്രക്കും ഗൗരവത്തോടു കൂടി കാണുന്ന ഒന്നാണ്. മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന ഹാദ യൗമു ഈദിൻ ജഅലഹുല്ലാഹു ലിൽ മുസ്ലിമീൻ എന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാൻ, വെള്ളിയാഴ്ച എന്ന് പറയുന്നത്, ഈ ദിവസം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് അള്ളാഹു പെരുന്നാളാക്കി കൊടുത്ത ദിവസമാണ്. വെള്ളിയാഴ്ച ഈദ് പോലെ ആഘോഷിക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ആ രൂപത്തിലുള്ള സുന്നത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കണം. പ്രത്യേക സുന്നത്തായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേക സുന്നത്തായ കാര്യമെന്ന് പറഞ്ഞാൽ ദുആ അധികമാക്കുക. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഏറ്റവും പ്രാർത്ഥന ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് പെരുന്നാൾ ദിവസം, ആ പെരുന്നാൾ ദിവസം മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥന ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഷാഫിഈ തങ്ങൾ കിതാബുൽ ഉമ്മിൽ പറയുന്ന ഒരു വചനമാണ്. അത്രയ്ക്ക് സുന്നത്താക്കപ്പെട്ടതാണ് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ അധികരിപ്പിക്കുക എന്നുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അബൂദാബ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹിയ ആഖിറു സഅത്തിൻ മിൻ യൗമിൽ ജുമുഅ എന്നാണ്. അസർ കഴിഞ്ഞ സമയമുണ്ടല്ലോ, ആ സമയം അതിപ്രധാനമാണെന്ന് പറയുന്നുണ്ട്. ജുമുഅയുടെ അവസാന നിമിഷങ്ങളാണ് അസർ നിസ്കാരം കഴിഞ്ഞിട്ടുള്ളത്. അത് ജുമുഅയുടെ അവസാന നിമിഷങ്ങളായതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഹിജാബത്തുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുനനു അബൂ മാജ എന്ന് പറയുന്ന കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. അത്രക്കും മഹത്വം ആ ദിവസത്തിലെ അസറിന് ശേഷം അതിൻ്റെ അവസാന നിമിഷങ്ങളിലും കൽപ്പിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ജുമുഅ ദിവസം മരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പ്രത്യേക ഫളീലത്തുണ്ട് എന്നും തുർമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മാമിൻ മുസ്ലിമിൻ യമൂത്ത് യൗമൽ ജുമുഅ, ഹദീസിൽ കാണാൻ പറ്റില്ല, വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ, ഖബറിലുള്ള ഫിത്നയെ അള്ളാഹു അവനെ തൊട്ട് തടയുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച മരണപ്പെടുക എന്ന് വലിയ സൗഭാഗ്യമല്ലേ? അത് ലഭിക്കുന്ന ആളുടെ ഫളീലത്ത് ഖബർ ശിക്ഷയെ തൊട്ട് അള്ളാഹ് കാത്തു രക്ഷിക്കും. അള്ളാഹു വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ജുമുഅ ദിവസത്തിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് സലഫ് സ്വാലിഹ്ങ്ങളുടെ ഒരു മഹത്വമായിരുന്നു, പതിവായിരുന്നു. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വകാന സലഫു യുഅദ്ദിമൂന യൗമൽ ജുമുഅ, വെള്ളിയാഴ്ചയെ സലഫ് സ്വാലിഹ്യങ്ങൾ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, അവർ ഇബാദത്തുകളെ വർദ്ധിപ്പിച്ചിരുന്നു. മാത്രമല്ല ഈ വെള്ളിയാഴ്ച നരകത്തിൽ നിന്നും മോചനം ലഭിക്കുന്ന ആളുകളുണ്ട് അത്ര. ചില ഗ്രന്ഥങ്ങളിലേക്ക് കാണാൻ പറ്റും ജുമുഅ ദിവസത്തിൽ അള്ളാഹു പ്രത്യേക റഹ്മത്ത് കൊടുക്കുമെന്ന്. പ്രത്യേക റഹ്മത്ത് കൊടുക്കും. ആ റഹ്മത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലർക്കും നരകമോചനം കൊടുക്കും, സ്വർഗ്ഗപ്രവേശനം കൊടുക്കും. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വഫിൽ ജുമുഅത്തി ഇജ്തിമാഉൽ ഖൽഖി എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്ന ജുമുഅ ദിവസം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് അലസക്കർ എന്ന് പറയുന്നുണ്ട്, ആണുങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ആത്മീയ സംഗമമാണ് വെള്ളിയാഴ്ച. അവർ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നത് സ്നേഹം, സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ മഹത്വങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല ജുമുഅ ദിവസത്തിൽ പ്രത്യേക ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്തിൻ്റെ വർധനവ്, ഇതൊക്കെ മഹത്തായ അമലാണ്. ഷാഫി മദ്ഹബിലെ പല പണ്ഡിതന്മാർ ഇതിനെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനോളം പറയണം, യൗമുൽ മസ്ഈദ്, ജന്നത്തിൽ പോലും അത്തരം ഒരു പ്രത്യേകമായ യൗമുൽ മസ്ഈദ് എന്ന് പറയുന്ന മഹത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തഫ്സീറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ജുമയുടെ ആത്മീയ ബന്ധം ജന്നത്തിലെ യൗമുൽ മസ്ഈദ് എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വെള്ളിയാഴ്ച നമുക്ക് ധാരാളം സുന്നത്തുകളൊക്കെ ചെയ്യാൻ പറ്റും. വെള്ളിയാഴ്ചയിലെ സുന്നത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. വെള്ളിയാഴ്ച നമുക്ക് ചെയ്യാൻ പറ്റിയത് നല്ല നിയ്യത്തോടു കൂടി കുളിക്കുക, പല്ല് തേക്കുക, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക,
നേരത്തെ കാലത്ത് പള്ളിയിലേക്ക് പോവുക, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക, മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക, പ്രാർത്ഥന അധികമാക്കുക, ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക, അനാവശ്യ സംസാരമൊക്കെ ഒഴിവാക്കുക, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമൊക്കെ കുറക്കുക. ഇങ്ങനെ അടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പല ഹദീസിലും അതിൻ്റെ മഹത്വമൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ജുമഅയെ നമുക്ക് ധന്യമാക്കാൻ പറ്റും. ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ജുമയെ തിരഞ്ഞെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൻ്റെ തുടക്കം, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ തുടക്കം, ആ തുടക്കത്തിന് തിരഞ്ഞെടുത്ത് വെള്ളിയാഴ്ചയാണ്. അത്രക്കും മഹത്വം അള്ളാഹ് കൽപ്പിക്കുന്നുണ്ട് എന്നാണ്. സയ്യിദുൽ അയ്യാമാണല്ലോ, എല്ലാ ദിവസങ്ങളുടെയും സയ്യിദാണ്, രാജാവാണ്, നേതാവാണ്. അത്രക്കും മഹത്വം വെള്ളിയാഴ്ചക്കുണ്ട്. നമ്മളിങ്ങനെ എണ്ണുമ്പോൾ, ഞായർ മുതലിങ്ങനെ എണ്ണുമ്പം ഒരുപക്ഷെ 6ാമത്തെ സ്ഥാനത്താണെങ്കിൽ പോലും അതിൻ്റെ മഹത്വം കൊണ്ട് 1ാമത്തെ സ്ഥാനം, വെള്ളിക്കാണ് 1ാമത്തെ സ്ഥാനം. വെള്ളി, ശനി അങ്ങനെയാണ് കണക്ക്. അതിൻ്റെ മഹത്വം പറയുമ്പോൾ വെള്ളിയാഴ്ചക്കാണ് സ്ഥാനം. പിന്നീട് ഖിലാഫും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും വെള്ളിയാഴ്ചക്ക് 1ാം സ്ഥാനം എല്ലാ പണ്ഡിതന്മാരും, അത് ശറഅൻ്റെ ആദ്യ കാലഘട്ടം മുതൽക്ക് തന്നെ വെള്ളിയാഴ്ചക്ക് 1ാം സ്ഥാനമുണ്ട്. എന്തായാലും ആ വെള്ളിയാഴ്ചയെ ആത്മീയമായ ബലപ്പെടുത്തലിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റുമല്ലോ. വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ നേരത്തെ കാലത്തെ പോവുക. പള്ളിയിൽ മുഅ്മിനീങ്ങളായ ആളുകളെ കാണുമ്പോൾ നല്ല മുഖപ്രസന്നതയോട് കൂടിയിട്ട് ആളുകളെ സമീപിച്ച സ്വതക്കയാണ്, സലാം പറഞ്ഞ സ്വതക്കയാണ്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട സാധുക്കളുണ്ടെങ്കിൽ എന്തെങ്കിലും ധർമ്മം കൊടുക്കുക, സ്വതക്കയാണ്. മാത്രമല്ല അവരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക, സ്വതക്കയാണ്. പള്ളിയിൽ ഉസ്താദ്മാരെ കണ്ടിട്ട് പരിചയം പുതുക്കുക, കൂട്ടുകാരെ കണ്ട് പരിചയം പുതുക്കുക, ഇതൊക്കെ പ്രത്യേക സ്വതക്കയല്ലേ. വീട്ടിലേക്ക് ചെന്നെത്തി കുടുംബക്കാരുമായിട്ട് നല്ല സമ്പർക്കത്തിലാവുക, നല്ല സ്വതക്കയാണ്. ഇങ്ങനെ വെള്ളിയാഴ്ച ധാരാളം ധർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, മഹത്വങ്ങൾ ചെയ്യാൻ പറ്റും. അതോ വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഗുണങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.